ഒരാഴ്ചക്കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. ലിയോ 14 പാപ്പയുടെ പുതിയ അപ്പസ്തോലിക ലേഖനം പ്രസിദ്ധീകരിച്ചു. പ്രഥമ എക്യുമെനിക്കൽ കൗൺസിലായ നിക്കിയ കൗൺസിലിന്റെ 1700 വാർഷികത്തോടനുബന്ധിച്ച് വിശ്വാസത്തിന്റെ ഐക്യത്തിൽ എന്ന അപ്പസ്തോലിക ലേഖനമാണ് ലിയോ 14 പാപ്പ പ്രസിദ്ധീകരിച്ചത്. ക്രിസ്തുവിന്റെ രാജ്യത്തെ തിരുനാൾ ദിനത്തിലാണ് 12 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്ന ലേഖനം പ്രസിദ്ധീകരിച്ചത്. നിക്കിയ നഗരത്തിൽ AD 325 കോൺസ്റ്റന്റൈൻ 1 ചക്രവർത്തിയാണ് ഒന്നാം നിക്കിയ കൗൺസിൽ വിളിച്ചു ചേർത്തത്. കൗൺസിലിന്റെ 1700 വാർഷികത്തോടനുബന്ധിച്ച് പാപ്പ തുർക്കിയിലേക്ക് നടത്തുന്ന യാത്രയിൽ അങ്കാറ, ഇസ്താംബൂൾ എന്നീ നഗരങ്ങൾക്കൊപ്പം ഒരിക്കൽ നിക്കിയ എന്നറിയപ്പെട്ടിരുന്ന ഇസ്നിക്കും സന്ദർശിക്കുന്നുണ്ട്. ദൈവശാസ്ത്രപരമായ തർക്കങ്ങൾ പരിഹരിക്കുവാനും ഏകീകൃതമായ ക്രിസ്തീയ വിശ്വാസ സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തുന്നതിനുമാണ് എക്യുമാനിക്കൽ കൗൺസിൽ വിളിച്ചു ചേർത്തത്. ഈ കൗൺസിലിലൂടെ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ സ്ഥിരീകരിക്കുകയും നിക്കിയ വിശ്വാസ പ്രമാണം രൂപപ്പെടുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ സഭയുടെ തുടക്കം മുതൽ പ്രഖ്യാപിക്കപ്പെട്ട വിശ്വാസത്തിന്റെ ഐക്യത്തിൽ ക്രിസ്ത്യാനികൾ ഐക്യത്തോടെ നടക്കുവാനും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും തങ്ങൾക്ക് ലഭിച്ച സമ്മാനം കാത്തുസൂക്ഷിക്കുവാനും കൈമാറുവാനും പാപ്പ അപ്പസ്തോലിക ലേഖനത്തിൽ ആഹ്വാനം ചെയ്യുന്നു. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന വിശ്വാസത്തിന്റെ ഈ ഏറ്റുപറച്ചിൽ ക്രൈസ്തവരുടെ പൊതു പൈതൃകമാണെന്ന് പാപ്പ അപ്പസ്തോലിക ലേഖനത്തിൽ അടിവരയിടുന്നു. നമ്മുടെ പ്രത്യാശയായ ക്രിസ്തുവിനെ പ്രമേയമായി സ്വീകരിച്ചിരിക്കുന്ന ഈ ജൂബിലി വർഷത്തിൽ ഒന്നാം നിക്കിയ എക്യുമെനിക്കൽ കൗൺസിലിന്റെ 1700 വാർഷികം ദൈവികമായ യാദൃശ്ചികത ആണെന്നും പാപ്പ പറഞ്ഞു. ദൈവപുത്രനായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് AD 325 കൗൺസിലിന്റെ പ്രഖ്യാപനം ക്രിസ്തീയ വിശ്വാസത്തിന്റെ കാതലാണ്. ഇന്നും എല്ലാ ഞായറാഴ്ചയും ദിവ്യബലികളിൽ നിക്കിയ വിശ്വാസ പ്രമാണമാണ് ഏറ്റുചൊല്ലുന്നത്. ദുഷ്കരമായ ഈ കാലഘട്ടത്തിൽ ഈ വിശ്വാസ പ്രമാണം നമുക്ക് പ്രത്യാശ നൽകുന്നു. നിക്കിയ കൗൺസിലിന്റെ എക്യുമെനിക്കൽ മൂല്യം ഇന്നും പ്രസക്തമാണ്. ഓർത്തഡോക്സ്, പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളുമായും നവോത്ഥാനത്തിന്റെ ഫലമായി രൂപപ്പെട്ട സഭാ സമൂഹങ്ങളുമായും പൂർണ്ണമായ ഐക്യം ഇതുവരെ സാധ്യമായിട്ടില്ലെങ്കിലും ഓരോ ജ്ഞാനസ്നാനത്തിലും നിക്കിയ വിശ്വാസ പ്രമാണത്തിലും അധിഷ്ഠിതമായി നടത്തുന്ന എക്യുമെനിക്കൽ സംഭാഷണങ്ങൾ മറ്റു സഭകളിലെയും സഭാ സമൂഹങ്ങളിലും അംഗങ്ങളെ യേശുക്രിസ്തുവിലുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരായി അംഗീകരിക്കുവാനും ലോകമെമ്പാടുമുള്ള ക്രിസ്തു ശിഷ്യരുടെ ഏക സാർവത്രിക സമൂഹത്തെ വീണ്ടും കണ്ടെത്തുവാനും ഇടയാക്കിയതായി പാപ്പ വ്യക്തമാക്കി. നൈജീരിയയിലെ തട്ടിക്കൊണ്ടുപോകൽ ദുഃഖം പ്രകടിപ്പിച്ച് ലിയോ 14 പാപ്പ. നൈജീരിയയിലും ക്യാമറൂണിലും അടുത്തിടെ കത്തോലിക്ക വൈദികരെയും വിദ്യാർത്ഥികളെയും തട്ടിക്കൊണ്ടുപോയ സംഭവങ്ങളിൽ അപലപിച്ച് ലിയോ 14 പാപ്പ. മോചനത്തിനായി അധികാരികൾ വേഗത്തിൽ നടപടിയെടുക്കണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു. തട്ടിക്കൊണ്ടുപോയ സംഭവങ്ങളെക്കുറിച്ച് അങ്ങേയറ്റം ദുഃഖത്തോടെയാണ് താൻ അറിഞ്ഞതെന്ന് ലിയോ 14 പാപ്പ പറഞ്ഞു. തട്ടിക്കൊണ്ടുപോയ കുട്ടികളുടെ എണ്ണവും അവരുടെ കുടുംബങ്ങളുടെ ദയനീയാവസ്ഥയും കാരണം സ്ഥിതി വേദനാജനകമാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. തട്ടിക്കൊണ്ടുപോയ നിരവധി ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അവരുടെ ദുഃഖിതരായ കുടുംബങ്ങളെയും ഓർത്ത് എനിക്ക് അഗാധമായ വേദന തോന്നുന്നു. ബന്ദികളായവരെ ഉടൻ മോചിപ്പിക്കണമെന്ന് ഞാൻ ഹൃദയംഗമമായി അഭ്യർത്ഥന നടത്തുന്നുവെന്ന് ലിയോ മാർപ്പാപ്പ പറഞ്ഞു. അവരുടെ മോചനം ഉറപ്പാക്കാൻ ഉചിതമായതും സമയബന്ധിതമായ തീരുമാനങ്ങൾ എടുക്കാൻ അധികാരികളോടും പാപ്പ അഭ്യർത്ഥന നടത്തി. നമ്മുടെ ഈ സഹോദരി സഹോദരന്മാർക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പള്ളികളും സ്കൂളുകളും എല്ലായ്പ്പോഴും എല്ലായിടത്തും സുരക്ഷിതത്വത്തിന്റെയും പ്രത്യാശയുടെയും സ്ഥലങ്ങളായി നിലനിൽക്കേണ്ടതാണെന്നും പാപ്പ പറഞ്ഞു. ഇസ്ലാമിക തീവ്രവാദികളും ഗുണ്ടാ സംഘങ്ങളും നടത്തുന്ന ആക്രമണങ്ങളും മോചനദ്രവ്യത്തിനായി നടത്തുന്ന തട്ടിക്കൊണ്ടുപോകലുകളും ഉൾപ്പെടെ നൈജീരിയയിൽ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. ക്രൈസ്തവരാണ് ആക്രമണങ്ങൾക്ക് ഇരയാകുന്നതിലേറെയും. സമഗ്ര മാനവിക വികസനത്തിനായുള്ള ഡിക്കാസ്ട്രിക്ക് പുതിയ അണ്ടർ സെക്രട്ടറി. വത്തിക്കാന്റെ സമഗ്ര മാനവിക വികസനത്തിനായുള്ള ഡിക്കാസ്ട്രിയിൽ പുതിയ അണ്ടർ സെക്രട്ടറിയായി മോൺസിഞ്ഞോർ ജോസഫ് ബാർഷലിനെയാണ് ലിയോ 14 പാപ്പ നിയമിച്ചത്. മനുഷ്യന്റെ സമഗ്ര വികസനം, അന്തസ്സ്, മനുഷ്യാവകാശങ്ങൾ, ആരോഗ്യം, നീതി, സമാധാനം എന്നിവ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ദൗത്യങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. സ്ലോവാക്യൻ സ്വദേശിയാണ് മോൺസിഞ്ഞോർ ജോസഫ് ബർലാഷ്. വത്തിക്കാൻ ഭരണരംഗത്ത് വർഷങ്ങളായുള്ള അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്താണ് ഈ പുതിയ നിയമനത്തിലേക്ക് വഴിയൊരുക്കിയത്. 2020 ഒക്ടോബർ മുതൽ
വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലെ പൊതുകാര്യ വിഭാഗത്തിൽ സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു പുതിയ നിയമനം. 1985 മെയ് 7 സ്ലൊവാക്യയിലെ സിനിനയിൽ ജനിച്ച മോൺസിഞ്ഞോർ ജോസഫ് ബെർലാഷ് 2010 ജൂൺ 19 കോസീസ് അതിരൂപതയിൽ വൈദികനായി അഭിഷിക്തനായത്. 2022 പൊന്തിഫിക്കൽ ലാറ്ററൻ സർവകലാശാലയിൽ നിന്ന് കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. മാതൃഭാഷയ്ക്ക് പുറമെ ഇറ്റാലിയൻ, ഇംഗ്ലീഷ്, സ്പാനിഷ് ഭാഷകളിൽ പ്രാവീണ്യമുണ്ട്. പരിശുദ്ധ സിംഹാസനത്തിനായുള്ള സേവനത്തിന്റെ ഈ പുതിയ ഘട്ടത്തിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ടെന്നും ഒറ്റയ്ക്കായിരിക്കുന്നതിലൂടെയല്ല മറിച്ച് ഒരുമിച്ചായിരിക്കുന്നതിലൂടെ പരിശുദ്ധ പിതാവിനും സഭയ്ക്കും വേണ്ടിയുള്ള സേവനത്തിന്റെ ഒരു യഥാർത്ഥ ഉപകരണമായി മാറുവാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യാശ കർത്താവിൽ ശരണം വയ്ക്കുവാൻ നമ്മെ സഹായിക്കുന്നുവെന്ന് ലിയോ 14 പാപ്പ. ലാത്വിയയിൽ നിന്നുള്ള ജൂബിലി തീർത്ഥാടകരോടാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. ലാത്വിയൻ രാജ്യത്തിൽ നിന്ന് റോമിലേക്ക് ഔദ്യോഗികമായി നടത്തിയ തീർത്ഥാടനത്തിന്റെ 100ാം വാർഷികത്തിലാണ് ഇവർ വത്തിക്കാനിലേക്ക് വീണ്ടും എത്തിയത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എവിക് സിലിനിയും ഇവർക്കൊപ്പമുണ്ടായിരുന്നു. പൂർവികരുടെ വിശ്വാസ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് തീർത്ഥാടനത്തിനായി റോമിലെത്തിയ ലാത്വിയൻ തീർത്ഥാടകരെ കണ്ടുമുട്ടിയതിൽ തനിക്കുള്ള അതിയായ സന്തോഷം പാപ്പ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. റോം എല്ലാ ക്രിസ്ത്യാനികളുടെയും ഭവനമാണെന്നും ഈ ഭവനത്തിൽ ലാത്വിയൻ തീർത്ഥാടകരുടെ സാന്നിധ്യത്തിന് താൻ നന്ദി അർപ്പിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. റോമിലെ മറ്റു വിശുദ്ധരുടെയും ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുവാനും പാപ്പ ഏവരോടും ആഹ്വാനം ചെയ്തു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളും വെല്ലുവിളികളും ഏറെ ഉണ്ടായിരുന്നിട്ടും അവരുടെ ജീവിതം വഴിയായി പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. ഇന്ന് രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നേരിട്ട വെല്ലുവിളികളെ ഓർമ്മപ്പെടുത്തുന്നുവെങ്കിലും ഈ അവസ്ഥകളിലും ദൈവത്തിങ്കിലേക്ക് തിരിയുവാനും അവന്റെ കൃപയാൽ ശക്തിപ്പെടുവാനും പാപ്പ ഏവരെയും ക്ഷണിച്ചു. രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ ശതാബ്ദി വേളയിൽ ഫ്രാൻസിസ് പാപ്പ നടത്തിയ സന്ദർശനവും ലിയോ 14 പാപ്പ അനുസ്മരിച്ചു. ദൈവത്തിൽ ആശ്രയിക്കുവാനും ക്രിസ്തുവിനെ കൂടുതൽ അടുത്തു പിന്തുടരുവാനും അത് നമ്മോട് ആവശ്യപ്പെടുന്നുവെന്നും പാപ്പ പറഞ്ഞു. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ക്രിസ്തീയ വിശ്വാസം വഹിച്ച സുപ്രധാന പങ്കിനെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ സംസാരിച്ചതും പാപ്പ അനുസ്മരിച്ചു. ഇക്കാരണത്താൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ലാത്വിയയും പരിശുദ്ധ സിംഹാസനവും തമ്മിലുള്ള ബന്ധം കൂടുതൽ അടുത്തതിൽ താൻ ഏറെ സന്തോഷവാനാണെന്നും ലിയോ 14 പാപ്പ പറഞ്ഞു. ദേവാലയങ്ങളിലെ ഗായക സംഘം പ്രാർത്ഥനയുടെ അടയാളമായിരിക്കണമെന്ന് ലിയോ 14 പാപ്പ. ഗായിക സംഘങ്ങളുടെ ജൂബിലി ആഘോഷത്തിനായി സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ എത്തിച്ചേർന്ന തീർത്ഥാടകരോട് സംസാരിക്കുകയായിരുന്നു ലിയോ 14 പാപ്പ. ലോകമെമ്പാടുമുള്ള ഗായിക സംഘങ്ങളോട് ഈ ഗാന ശുശ്രൂഷ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ നിലനിർത്തണമെന്ന് പാപ്പ പറയുകയും ചെയ്തു. Nel Salmo responsoriale abbiamo cantato: andremo con gioia alla casa del Signore. La liturgia odierna ci invita dunque a camminare insieme nella lode e nella gioia incontro al Signore Gesù Cristo, Re dell'universo, sovrano, mite ed umile, colui che è principio e fine di tutte le cose. Il suo potere è l'amore, il suo trono è la croce, e per mezzo della croce il suo regno si irradia sul mondo. Dalla croce egli regna come principe della pace e re di giustizia, che nella sua passione rivela al mondo l'immensa misericordia del cuore di Dio. Per avervi concesso il dono e la grazia di servirlo, offrendo le vostre voci e i vostri talenti per la sua gloria e per l'edificazione spirituale dei fratelli. ദൈവജനത്തെ പ്രാർത്ഥനയിലേക്ക് നയിക്കുക എന്നതാണ് നിങ്ങളുടെ വിളിയെന്ന് പാപ്പ പറഞ്ഞു. വിശുദ്ധ കുർബാനയിലെ ഗാനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ആത്മീയത ആവശ്യമാണെന്ന് ഗായിക സംഘങ്ങളോട് ലിയോ 14 പാപ്പ പറഞ്ഞു. വിശുദ്ധ അഗസ്റ്റിൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ പാടുന്നവർ കൂടുതൽ പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിന് സംഗീതം എന്നത് പ്രാർത്ഥനയും സ്തുതിയും പ്രകടിപ്പിക്കുന്നു. ഇത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പിതാവിലേക്ക് ഉയർത്തുന്ന പുതിയ ഗാനമാണ്. ആത്മാവിന്റെ നവജീവനാൽ സജീവമാക്കപ്പെട്ട ഒരൊറ്റ ശരീരമായി സ്നാനമേറ്റ എല്ലാവരെയും ഈ കീർത്തനത്തിൽ പങ്കെടുപ്പിക്കുന്നു. ക്രിസ്തുവിൽ നാം കൃപയുടെ ഗായകരാകുന്നു. ആരാധനാ സംഗീതം ഒരു വിലയേറിയ ഉപകരണമായി മാറുന്നു. അതിലൂടെ നാം ദൈവത്തെ സ്തുതിക്കാനുള്ള സേവനം നിർവഹിക്കുകയും ക്രിസ്തുവിൽ നവമായ ജീവന്റെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു.
നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ സംഗീതം ആലപിക്കണം. നന്മയിൽ മുന്നേറുക, സംഗീതം ആലപിച്ചുകൊണ്ട് നടക്കുക എന്നും പാപ്പ പറഞ്ഞു. Il vostro compito è quello di coinvolgerli nella lode a Dio e di renderli maggiormente partecipi dell'azione liturgica attraverso il canto. Oggi esprimete appieno il vostro jubilum, la vostra esultanza, che nasce dal cuore inondato dalla gioia della grazia. Le grandi civiltà ci hanno fatto dono della musica. Da un rapporto vivo con la realtà possono trovare voce nella musica. Il canto, in modo particolare, rappresenta un'espressione naturale e completa dell'essere umano. La mente, i sentimenti, il corpo e l'anima qui si uniscono insieme per comunicare le cose grandi della vita. സംഘർഷയിടങ്ങളിൽ വസിക്കുന്ന ക്രൈസ്തവർ സമാധാനത്തിന്റെ വിത്തുകളാകട്ടെ എന്ന് ലിയോ 14 പാപ്പ. ലിയോ 14 പാപ്പയുടെ ഡിസംബർ മാസത്തിലേക്കുള്ള പ്രാർത്ഥനാ നിയോഗമാണ് പ്രസിദ്ധീകരിച്ചത്. സംഘർഷയിടങ്ങളിൽ ജീവിക്കുന്ന ക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഡിസംബർ മാസത്തിലെ പാപ്പയുടെ പ്രത്യേക നിയോഗം. God of peace, who through the blood of your Son has reconciled the world to yourself. Today we pray for Christians living amidst wars and violence, even surrounded by pain. May they never cease to feel the gentle kindness of your presence and the prayers of their brothers and sisters in faith. യുദ്ധങ്ങളുടെയും സംഘർഷങ്ങളുടെയും സാഹചര്യങ്ങളിൽ താമസിക്കുന്ന ക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനവുമായി ലിയോ 14 പാപ്പ. ഇത്തരം പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് മധ്യപൂർവ്വദേശങ്ങളിൽ താമസിക്കുന്ന ക്രൈസ്തവർ സമാധാനത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും പ്രത്യാശയുടെയും വിത്തുകളാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പാപ്പ എഴുതി. നവംബർ 26 ഇത്തരം ഒരു അഭ്യർത്ഥന പാപ്പ പുറത്തുവിട്ടത്. For only through you, and strengthened by fraternal bonds, can they become the seeds of reconciliation, builders of hope in ways both small and great, capable of forgiving and moving forward, of bridging divides, and of seeking justice with mercy. Lord Jesus, who called blessed those who work for peace, make us your instruments of peace, even where harmony seems impossible. Holy Spirit, source of hope in the darkest times, sustain the faith of those who suffer and strengthen their hope. Do not let us fall into indifference, and make us builders of unity like Jesus. Amen. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.